ആലപ്പുഴ ജില്ലയിൽ എന്താ സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേരുന്നു. അശ്വിൻ, പറയൂ. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് 77.26% ആലപ്പുഴയിലെ ആകെ വോട്ടിംഗ് ശതമാനം. അത് ഇത്തവണ 3 പോയിന്റിലധികം കുറഞ്ഞ് 3% കുറഞ്ഞ 73.76 ആയിട്ടുള്ളത്. സംസ്ഥാനത്ത് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന 7 ജില്ലകളിൽ രണ്ടാം സ്ഥാനത്താണ് പോളിംഗ് ശതമാനത്തിൽ ആലപ്പുഴ ജില്ലയുള്ളത്. ആ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകും, ആർക്ക് പ്രതികൂലമാകും എന്നടക്കമുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ മുന്നണികളിൽ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് വന്നാൽ മണ്ണഞ്ചേരിയാണ് ആലപ്പുഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു പോയിന്റായി ഇന്ന് കണക്കാക്കാനുള്ളത്. അതായത് BSP സ്ഥാനാർത്ഥിയുടെ പേര് വോട്ടിംഗ് മെഷീനിൽ കൃത്യമായി തെളിഞ്ഞില്ല എന്നുള്ള ഒരു പരാതിയുടെ പേരിൽ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 5-ാം വാർഡിൽ റീപോളിംഗിന് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. റീപോളിംഗ് മറ്റന്നാൾ മറ്റ് 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കൂടെ ആ റീപോളിംഗ് കൂടി നടക്കുമെന്നുള്ളതാണ് മണ്ണഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന് രാമങ്കരിയാണ്. CPI-CPM മത്സരം നേർക്കുനേർ നടന്ന മുന്നണി ബന്ധങ്ങൾക്കപ്പുറത്തേക്ക് രണ്ടുപേരും നേർക്കുനേർ മത്സരിച്ച പഞ്ചായത്താണ്. അവിടെ ഇക്കുറി പോളിംഗ് ശതമാനം 4% കുറഞ്ഞു എന്നുള്ളതാണ്. ആ കുറവ് ആർക്ക് അനുകൂലമാകുമെന്നുള്ള ചർച്ച പ്രധാനമാണ്. അത് CPI പിടിച്ചോ അതോ CPM വോട്ടുകൾ പിടിച്ചോ, അതിനുമപ്പുറത്തേക്ക് കോൺഗ്രസിലേക്ക് ആ വോട്ടുകൾ മാറിയോ, ഈ മുന്നണി ബന്ധം പിരിഞ്ഞതിനെ തുടർന്ന് അങ്ങനെ ഒരു വോട്ട് വിഭജനം ഉണ്ടായോ എന്നടക്കമുള്ള ചർച്ചകൾ സജീവമാണ്. അത് രണ്ടാമത്തെ വിഷയം. അതിനപ്പുറത്തേക്ക് ഇന്ന് വോട്ടിംഗ് പലയിടങ്ങളിലും വൈകിയാണ് നടന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കായംകുളം നഗരസഭയാണ്. കായംകുളം നഗരസഭയിൽ 6ഓളം ബൂത്തുകളിൽ വൈകുന്നേരം രാത്രി 7:30 വരെ പോളിംഗ് നീണ്ടു എന്നുള്ളതാണ്. രാവിലെ മുതൽ തന്നെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. അവിടെ 7:30 വരെയാണ് പോളിംഗ് നീണ്ടത്. എപ്പോഴും പോളിംഗ് ശതമാനത്തിൽ അവസാനത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ 6% കുറവാണ് എന്നുള്ളതാണ് പ്രധാനമായും മനസ്സിലാക്കുന്നത്. അതായത് ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് മന്ദഗതിയിലായ സാഹചര്യത്തിൽ പലരും വോട്ട് ചെയ്യാതെ മടങ്ങി എന്നുള്ളതാണ് മുന്നണികൾ കണക്കാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെ പല നാടകീയ സംഭവങ്ങളും അരങ്ങേറിയ ഒരു ദിവസമായിരുന്നു ആലപ്പുഴയിലെ പോളിംഗ് ദിനം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3% പോളിംഗ് കുറവുമാണ് ആലപ്പുഴ. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.